എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ ചെറിയ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. പ്രത്യേകം പ്രസംഗിച്ചൊന്നും ചെയ്ത ഒരാളും പറയാൻ, പ്രത്യേകിച്ച് നിരീക്ഷമാഷ് വിളിച്ച് ഇങ്ങനെ ഒരു പച്ചത്തുരുത്ത് ഇവിടുത്തെ നമ്മുടെ ജൈവവൈവിധ്യമായി സംബന്ധിച്ചിട്ട് കുറച്ച് ഒരു സെമിനാറുണ്ട്, ഇന്ന് വരണമെന്ന് പറഞ്ഞാൽ ഒരു ശ്രോതാവായിട്ട് വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ വരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴത്തെ സാറുള്ള ഒരു പ്രഭാഷണമാണ്. സാഹിത്യകാരന്മാരുടെ നിങ്ങളിപ്പോൾ സാഹിത്യകാരന്മാരുടെയും അതുപോലെ തന്നെ പ്രകൃതി സ്നേഹികളുടെയൊക്കെ ഒരു സയന്റിഫിക് ടോക്ക് എന്ന പ്രസക്തി ഞാൻ കുറേ ആലോചിച്ചു. ഞാൻ വലിയ പ്രസക്തിയൊന്നും കാണില്ല. എന്ന ചില കാര്യങ്ങൾ എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്നോട് ക്ഷണിച്ചതിൽ സാഹിത്യ സംഘാടകർക്കും അതേപോലെ തന്നെ സാഹിത്യ പ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആലോചിച്ചത് ഇതിനെക്കുറിച്ച് ആദ്യമേ തന്നെ ആലോചിച്ചപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തേക്ക് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാൻ ചെറിയ ഗ്രാമപ്രദേശത്ത് വളർന്നു. മുരിയാട് എന്നാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര്. ഈ ഗ്രാമത്തിൽ ഞാൻ നിന്ന പ്രദേശത്തെ ചുറ്റുമുള്ള റോഡിനെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. കാളവണ്ടികൾ മാത്രം പോകുന്ന ഒറ്റ ബസ് മാത്രം ഉണ്ടായിരുന്ന റോഡിൽ നിന്ന് എൻ്റെ വീട് ചുറ്റും റോഡാണ്. ഗ്രാമത്തിൽ കട്ട പോലെ കിടക്കണം. ഏകദേശം ഒരു 700 മീറ്റർ നീളത്തിലും ഒരു ഏകദേശം അത്ര തന്നെ വീതിയിലും കിടക്കുന്ന ഒരു കട്ടിയാണ് ഞങ്ങളുടെ താമസിക്കുന്ന ബസ്. ഇതിന് ചുറ്റും റോഡാണ്. ഈ റോഡിലൂടെ ഇന്നും ചീറിപ്പറയുന്നത് എത്രയോ വാഹനങ്ങളാണ്. ഇതൊക്കെ പുറന്തള്ളുന്ന പെട്രോളിയം പ്രോഡക്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടുന്ന കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഡയോക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ എവിടെയൊക്കെ പോകുന്നു. ഇതിൻ്റെ ഗ്രാമത്തിൻ്റെ ചെറിയ രീതിയാണ്. ഈ ടൗണിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ ടൗണിൽ ഒരു പിക്ചർ മനസ്സിലാവുന്നില്ല, ഇത്രമാത്രം വാഹനങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എവിടേക്ക് തുപ്പുന്നത്? ഇതിനുള്ളിൽ നമ്മൾ പുഴുക്കളെ പോലെ നുരഞ്ഞ് പറഞ്ഞ് ജീവിക്കുക. ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു സംഭവമാണ്. അത്രയും മാത്രം മാറ്റമാണ്. കല്ല് പതിപ്പിച്ച റോഡിന് എനിക്ക് ഓർമ്മയുണ്ട്. കല്ല് തെറ്റി ഗാനം കുടിക്കുന്ന ഒരു കാലത്ത് നിന്ന് ഇന്നത്തെ റോഡ്, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇന്നത്തെ റോഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ തോറ്റു പോകും. ഇപ്പോൾ പുതിയ റോഡ് ഇവിടെ വളരെ പുരോഗമനമായിട്ട് നമ്മൾ പോകുന്നെങ്കിലും അത്ര തന്നെ രോഗങ്ങളെയും കൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. ആലോചിച്ചിട്ടുണ്ടാകും. നോൺ ഇൻഫെക്ഷ്യസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഡയബറ്റീസ്, ഒബേസിറ്റി, ക്യാൻസർ, ഹാർട്ട് ഡിസീസ് കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യത്തിൽ മനുഷ്യൻ പോകുന്നത്. എന്താ കാരണം? നമ്മളൊരു കാലത്ത് നമ്മുടെ ഗവേഷണങ്ങളിൽ ഞാനൊക്കെ കുറെ വർക്ക് ചെയ്യുന്ന ഡയറ്റ് റിലേറ്റഡാണ്, ലൈഫ് സ്റ്റൈൽ അസോസിയേറ്റ്. അടുത്ത കാറ്റഗറി തള്ളിയിട്ട് നമുക്ക് ഈ ഡിസീസിന് മുഴുവൻ തള്ളി മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ അധികം നടക്കാത്തൊരു ഗവേഷണം, പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് കൊണ്ടൊരു സ്റ്റഡി വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ അന്തരീക്ഷ മലിനീകരണം കൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് 2.5 മൈക്രോൺ താഴെയുള്ള പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ട്, 10 എബോവ് പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഈ 2.5 താഴെയുള്ള പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ പെനട്രേറ്റ്, നമ്മുടെ ലങ്സിനെ പെനട്രേറ്റ് ചെയ്യാൻ സാധിക്കും പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡിലേക്ക് ഏറ്റവും എത്താൻ പറ്റും, നമ്മുടെ ഓരോ ഓർഗനിലേക്ക് എത്താൻ പറ്റും. ഇന്ന് കാണുന്ന കുറേയധികം ഡിസീസിന് അതൊരു കാരണമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ നിർത്താൻ പറയേണ്ടി വരും. ഒപ്പം തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, നമ്മുടെ എന്താ പറയുക, ഹൈ കലോറി ഇൻടേക്ക്, ലോ എക്സസൈസ് അല്ലെങ്കിൽ എഫർട്ട് കുറവ് സ്വാഭാവികമായിട്ടും നമ്മൾ ഒബീസാക്കും, ഡയബറ്റീസാക്കും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും, ഹാർട്ട് ഡിസീസിലേക്ക് കൊണ്ടുപോകും. സംശയമൊന്നുമില്ല. നമ്മളതുപോലെയാണ്, സമൂഹം അതുപോലെയായി. ഒപ്പം തന്നെയാണ് ഈ അന്തരീക്ഷ മലിനീകരണത്തിൽ ഇത്തരം ഇപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ കാർന്നുകൊണ്ടുന്ന ഈ അന്തരീക്ഷ മലിനീകരണത്തെ ഒരു പരിധിവരെയല്ല വളരെയധികം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് പറയുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണ മാഷ് പറഞ്ഞാൽ നമ്മളുടെ ഇവിടുന്ന് സൂ മാറ്റിയപ്പോൾ ഇവിടുത്തെ ഈ ഏരിയ ലീസിന് പോകുന്നു എന്നൊക്കെയുള്ള ഒരു വാർത്തകൾ. അടിസ്ഥാനപരമായിട്ട് സുവോളജി പഠിച്ച എനിക്ക് സ്വാഭാവികമായിട്ടും അത് കേട്ടപ്പോൾ അയ്യോ എന്ന് തോന്നി.
കാരണം ഇതിന് വലിയൊരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളുടെ ഹെൽത്തിനെ സംരക്ഷിക്കാനായിട്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ ആഗോളതാപനം പോലെയുള്ള വലിയ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഇതിന് കുറയ്ക്കാനുള്ള വലിയൊരു മാർഗമാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ പച്ചക്കറികൾ. നല്ലൊരു ബോട്ടാണിക്കൽ ഗാർഡൻ നമുക്കവിടെ കെട്ടിപ്പടുക്കാൻ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4 ലക്ഷം ജനങ്ങൾ, 4 to 5 lakhs പീപ്പിൾ തിങ്ങി നിൽക്കുന്ന രീതിക്ക് 14 ഏക്കറൊക്കെയുള്ള ഒരു ചെറിയ പച്ചത്തുരുത്ത് വളരെ നികുതി. അത്ര മതി. അതിന് കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടൗണിൽ ഏകദേശം 5 lakhs ജനങ്ങൾ അപ്പുറം വരും. അറിയില്ല, അത്ര പേരുള്ളൂ. നല്ല രീതിയാണ്. നമുക്ക് ഒപ്പോസ് കുറേയധികം ട്രീസ് നമ്മളിവിടെ കാണുന്നുണ്ട് തേക്കിൻകാട് മൈതാനത്തിൽ. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് മുഴുവൻ അടിഞ്ഞു പോയി ഇലകളിലാണ്. ഇതൊക്കെ പിന്നീട് മഴ പെയ്യുമ്പോഴൊക്കെ താഴേക്ക് പോയിക്കൊള്ളും. അപ്പോൾ അവിടെ പ്രൊട്ടക്റ്റീവ് എലമെൻ്റായിട്ട് നിൽക്കുകയാണ് ഈ മരങ്ങളുണ്ട്. ഒപ്പോസ് കാർബൺ ഡൈ ഓക്സൈഡിനെ മുഴുവൻ വലിച്ച് കാർബണെ കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റുകയും നമ്മുടെ അടിസ്ഥാനം മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജന്തുക്കളുടെ ഒക്കെ അടിസ്ഥാനം നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മരങ്ങളാണ്, ഈ സസ്യങ്ങളാണ്. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ സാഹിത്യകാരമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ സുഗതകുമാരൻ്റെ കവിതയൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ഒരു മരം നടാം, ഇതിനു വേണ്ടിയിട്ടാണ്, ഭാവിക്ക് വേണ്ടി, ഇനിയത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, ഇനി വരുന്ന കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ ജന്തുക്കൾക്ക് വേണ്ടിയിട്ട്, ചിത്രശലഭങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ ചിന്തിക്കുന്ന കവികളുടെ കവിതകളെ പറ്റി വായിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് 6ാം ക്ലാസ്സിലെ മറ്റൊരു പാഠം കുറ്റിപ്പുറത്തെ കേശവൻ നായരുടെ ഒരു കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മാവും പിലാവും പുളിയും കരിമ്പും തിങ്ങും ഫലം തിങ്ങും ഇളം കവുങ്ങും നിറഞ്ഞ ഹോ സസ്യലതാഢ്യമായ വീടൊന്നിതാ മുനിവൻ. എത്ര എഴുതുന്നു. അത് കവി എഴുതുമ്പോൾ കവി കാണുന്ന കാഴ്ചയിൽ നിന്നായിരിക്കണം എഴുതിയിട്ടുണ്ടായിരിക്കുക, ഭാവനയായിരിക്കാതെ. ഇന്ന് ഇവിടെ വീട് ഫ്ലാറ്റുകൾ മൊഴിയില്ലേ, വെറുതെ മറ്റുള്ളൂ. എവിടേക്ക് മാലിന്യങ്ങൾ തള്ളിക്കളയണം. നേരത്തെ വിദ്യാസാഗർ പറഞ്ഞ ഒരു പോയിന്റിൽ സാറ് പറയുന്നുണ്ട്, ഇത്രയും പെട്രോളിയം ഇത്രയും അന്തരീക്ഷം മലിനീകരണമായ ഒരു ടൗണിനെ സംരക്ഷിക്കാൻ ഇത് ഒരു എന്താ പറയുക ബൊട്ടാണിക്കൽ ഗാർഡനായിട്ട് ഉയർന്നേ പറ്റൂ. സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളെല്ലാവരും സഹകരിച്ചേ പറ്റൂ, സപ്പോർട്ട് കൊടുത്തേ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ, ഈ കൂട്ടായ്മ മാത്രമല്ല പല കൂട്ടായ്മകളും നോക്കിക്കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സില്ല. ഇവിടുത്തെ കോടതി പഠിക്കുന്ന പിള്ളേരാണ് പോയി ജന്തുശാസ്ത്രം, ഞാൻ ജന്തുശാസ്ത്രം പഠിക്കുന്ന ആളാണ്, ജന്തുശാസ്ത്രം പഠിക്കുന്ന കുട്ടികളവിടെ പോയി, മറ്റു കുട്ടികളവിടെ പോയി. എന്തുകൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ വരാത്ത? അവരെ അവിടേക്ക് കൊണ്ടുവരണം. ഇത്തരം ബൊട്ടാണിക്കൽ ഗാർഡനുകൾക്ക് അവരുടെ പഠനത്തിന്റെ ഭാഗമാക്കാൻ പറ്റും. ഇവിടെ സെന്റ് മേരീസ് കോളേജില്, ഇവിടെ സെന്റ് തോമസ് കോളേജില് ഇതിനുള്ളിലൊക്കെ ഒരു മരം തപ്പിയാൽ കിട്ടിയാൽ അല്ലേ? ഓഫ്കോഴ്സ് കേരളം വരെ കിട്ടിയിട്ടാണ്. ഞാൻ പഠിച്ച കെട്ടിയാൻ ഗവൺമെന്റ് BSc പഠിച്ചത് അവിടെയാണ്. അന്ന് ഞങ്ങൾക്കൊരു നേച്ചറൽ ക്ലബ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അന്ന് വൃക്ഷത്തൈ നടലും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലം. അപ്പോൾ ഞങ്ങളൊന്ന് സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ബേസിൽ കുറേ മരങ്ങളൊക്കെ നടക്കും. മറ്റൊരു വൃക്ഷത്തൈ അക്കേഷ്യൻ യൂക്കേലിയും ഇല്ലെങ്കിൽ വളർന്നുള്ള ക്യാമ്പസിലൊക്കെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും അക്കേഷ്യയെ സംബന്ധിച്ചിട്ട് എന്താ പറയുക ആസ്മ അലർജി എന്നൊക്കെ പ്രശ്നങ്ങൾ വന്നു. ഇതിനുള്ളിൽ വെള്ളം വെച്ചെടുക്കുന്നതൊക്കെ ഒക്കെ വെട്ടിക്കളഞ്ഞു. എല്ലാ വെള്ളം അവിടെ വെട്ടിക്കളഞ്ഞു. വേറെ മരങ്ങൾ വെച്ചു, പക്ഷെ അവിടെ ക്യാമ്പസ് പറയുന്നത് മരങ്ങളുണ്ട്. ഇത്തരം കളിയിലില്ല. ഇവിടുത്തെ ബോട്ടണി സ്റ്റുഡൻസും ഇന്നത്തെ സുവോളജി സ്റ്റുഡൻസും ഒന്നും പലതും കാണാതെ വേണം പഠിക്കുന്നത്. ഒരു സസ്യത്തിന്റെ ബൊട്ടാണിക്കൽ നെയിം ചോദിച്ചാൽ നെയിം കണ്ടിട്ടില്ല എഴുതി. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളുടെ തനതായ ഒരു, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്തരം സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാനുള്ളൊരു ബൊട്ടാണിക്കൽ പാർട്ടാണ്. ചെറിയ ചെറിയ ലാബറട്ടറി, ഹെർബേറിയം പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ചെറിയ നേഴ്സറികൾ ഒക്കെ നമുക്ക് അതിനുള്ളിൽ ചെറിയ ഏരിയയിൽ സംഘടിപ്പിക്കാം. ചെറിയ ചെറിയ കോളങ്ങൾ ഇതൊക്കെ പറ്റുന്നത് ഇപ്പം തന്നെ ധാരാളം മരങ്ങളുണ്ട് അതിനുള്ളിൽ. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവും.
മാത്രമല്ല ചെറിയ ലാബറട്ടറികളവിടെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ലാബ് പോലെ തുടങ്ങും. അതിന് കെട്ടിടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെറുതെ നിന്നിട്ടുണ്ടാകും. ഇപ്പം തന്നെ അവിടെ ഒരു നല്ലൊരു എൻറ്റോമോളജി മ്യൂസിയം ഉണ്ട്, നല്ലൊരു പ്ലാൻ കളക്ഷൻ ഉണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊക്കെ ജസ്റ്റ് കണ്ടു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര പേര് വന്ന് കാണുന്നു, എത്ര പ്രോഫിറ്റ് ടൂൾസ് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ ഇന്റേൺഷിപ്പിനും മറ്റൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ പോയി നടക്കുന്നവർക്കൊക്കെ നല്ല രീതിയാണ്. അവർക്ക് മുമ്പിൽ കാണാം റെയർ ആൻഡ് എൻഡാൻജേർഡ് സ്പീഷീസുകൾ. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം നോക്കാത്ത സ്റ്റുഡൻസാണ് ഇപ്പോൾ കൂടുതൽ, കുട്ടികളാണ് കൂടുതൽ. ഇതൊക്കെ അവർക്ക് കാണാനും കേൾക്കാനും ഈ പറയുന്ന പരാഗണം ചെയ്തു നോക്കാനും പുതിയ പുതിയ സസ്യങ്ങളിൽ പഠിക്കാനൊക്കെ സാധിക്കും. മറ്റൊരു മേഖലയാണ് നമ്മളുടെ ആയുർവേദം. നമ്മുടെ തനതായ ഒരു മെഡിസിൻ ഫീൽഡാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഇതിന് വലിയ ഡ്രോബാക്ക് ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റാണ്. നമ്മുടെ മെഡിസിനൊക്കെ കോസ്റ്റാണ് ആയുർവേദം കൊടുക്കും മെഡിസിനൊക്കെ. മാത്രമല്ല നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, ഈ ഒരു വലിയൊരു ഇൻഡസ്ട്രിയിൽ ഇത്രമാത്രം പ്ലാൻസ് ഒന്നും കിട്ടിയത്. പല പ്ലാൻസും തനതായ പ്ലാൻസ് അല്ല യൂസ് ചെയ്യുന്നത്, മാറ്റങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ നല്ലൊരു പ്യൂർ മെഡിസിൻ, ആയുർവേദിക് മെഡിസിൻ ഒക്കെ എങ്ങനെ ഉത്പാദിപ്പിക്കാം? അതും ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ മാതിരി പ്രകൃതി സ്നേഹിക്കൊക്കെ കൂട്ടാൻ വേണ്ടി ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അതിവിടെ നിലനിൽക്കണം. 5000 വർഷം 6000 വർഷം പഴക്കമുള്ളൊരു മെഡിസിനൽ പ്രോപ്പർട്ടി നമുക്ക് നിലനിർത്തണം. മോഡേൺ മെഡിസിൻ നമുക്ക് വേണം. ആയുർവേദക്കാർക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ആയുർവേദം ചെയ്യാം. മോഡേൺ മെഡിസിന് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ മോഡേൺ മെഡിസിൻ ഇതിനിടയ്ക്ക് തന്നെ രണ്ടുപേർക്ക് കമ്പൈൻഡായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം കേരളത്തിൽ തനതായ ഒരു മെഡിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വിചാരിക്കുന്നവരാണ്. അപ്പോൾ ഇതിന് ആയുർവേദം വേണം, ആയുർവേദം മെഡിസിൻ പ്ലാൻസ് വേണം. ഈ മെഡിസിൻ പ്ലാൻസിന് വേണമെങ്കിൽ എന്ത് വേണം? നല്ല പ്ലാൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ പറയാം. ഇത്തരം ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ മെഡിസിൻ പ്ലാന്റ്സിൻ്റെ നഴ്സറികളാവാം. അതിനെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം. അതിന് ഈ ഇവിടുത്തെയുള്ള ആയുർവേദ എന്താ പറയുക പ്രൊഡക്ഷൻ, എന്താ പറയുക നമ്മുടെ ഔഷധിയുണ്ട്, ഔഷധിയൊക്കെ കുറേശ്ശെ ഉണ്ട്, എങ്കിലും കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ടൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു എന്താ പറയുക സസ്യ വൈവിധ്യ മേഖല കൃഷി തുടങ്ങാത്തല്ല, മൊത്തം കൃഷി ജലമാകണമെന്ന് ഞാൻ പറയുന്നത്. കർണാടക നമുക്ക് പോകാനുള്ള, ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ ഇപ്പോൾ അറിയില്ല 10 വർഷം അവർ കറക്കാൻ പോകാറില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദിസ്. എറണാകുളം കൃഷി ഈസ് മച്ച് ബെറ്റർ. നമുക്കൊരു ഭയങ്കര റിലാക്സേഷനാണ് ഇല്ലേ. മറ്റു കേരള ടൗൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ ഇസ് ദ ബ്യൂട്ടി. വളരെ റിലാക്സ്ഡ് ആയ സിറ്റിയാണ്, കൺജഷൻ കുറവാണ് കമ്പയർ ടു എറണാകുളം അല്ലെങ്കിൽ മറ്റു ടൗണുകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ. എനിക്ക് തെങ്ങടയെ പറ്റി ഞാൻ വിളിക്കുന്നത്. അതുപോലെ ചെറിയൊരു പച്ചത്തുരുത്തികളുണ്ടാകും. സ്ഥലമൊക്കെ പറഞ്ഞിട്ട് കുറേ ഈ ചതുപ്പ് നിലങ്ങൾ അതുപോലെ വയലുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നാം എനിക്ക് നേച്ചർ ഹെൽത്തി ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോരുത്തരും ഹെൽത്തിയായിട്ട് ജീവിക്കും. ഇപ്പോഴത്തെ രോഗങ്ങളിൽ നിന്നൊക്കെ കുറെ കുറയ്ക്കാം. ഇത്തരം ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്ര മൂവ്മെൻറ്റുകൾ നടക്കട്ടെ. എല്ലാവിധ പിന്തുണയും ഹെൽത്തുകാരും സ്വാഭാവികമായിട്ടും ആൾവേസ് പിന്തുണയ്ക്കുന്നവരാണ്, എപ്പോഴും നിനക്ക് ചെയ്യുന്നവരാണ് അല്ലേ. സൈലൻവാലിയുടെ ഒരു ഇഷ്യൂക്ക് ഉണ്ടായപ്പോൾ സുഖമായിട്ട് ചിലക്ക് എത്രയോ അതിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ പേരില്ല സൈലൻവാലി ഇന്നും സൈലൻവാലി എടുക്കുന്നത് ആലോചിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം നടക്കട്ടെ. എല്ലാവിധ പിന്തുണയും ആശംസിച്ചുകൊണ്ട് അവരുടെ ഒപ്പം ഉണ്ടാവാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സമയത്തിന് പരിധി നിന്നുകൊണ്ട് എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്ദി.